അപ്പോൾ ഫണ്ടിങ് വിപ്സിൻ്റെ 10 ലാഖിൻ്റെ ഫണ്ട് അക്കൗണ്ട് പാസ്സായി വിവരം എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. അപ്പോൾ നമ്മൾ ആ ഫണ്ട് അക്കൗണ്ടിൽ എടുത്ത എല്ലാ ട്രേഡ്സിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യുന്ന ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ സെപ്റ്റംബർ 19 എടുത്ത ഒരു 270 നമുക്ക് പ്രോഫിറ്റ് തന്ന ഒരു ട്രേഡ്സിൻ്റെ ഒരു ബ്രേക്ക് ഡൗൺ വീഡിയോ ആണ്. അപ്പോൾ ഞാൻ അതിനകത്ത് എന്തൊക്കെ സ്ട്രാറ്റജി ഉപയോഗിച്ചു, എന്തൊക്കെ റിസ്ക് മാനേജ് ചെയ്തു, അപ്പോൾ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആയിരിക്കും അതിനകത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഫണ്ട് അക്കൗണ്ട് എടുത്ത എല്ലാ ട്രേഡ്സിൻ്റെ വീഡിയോ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കാരണം കുറച്ച് പേഴ്സണൽ തിരക്കുകളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഈ ഫണ്ടിങ് സീരീസ് കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കണേ ഒരു ഫണ്ട് ഫേമിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, പുതിയ ഫണ്ട് അക്കൗണ്ട് എടുത്തവർക്കും എടുക്കാൻ പോകുന്നവർക്കും വേണ്ടിയിട്ടുള്ള ഒരു ജേർണി മാത്രമാണ് ഞങ്ങൾ ഡോക്യുമെന്റ് ചെയ്യണേ. അതുപോലെ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ട്രേഡ് ഒരു എഡ്യൂക്കേഷൻ പർപ്പസായി മാത്രം കാണുക. ഓരോ ടൈം ഫ്രെയിമിലെ ചാർട്ട് എടുത്തിട്ടുണ്ട്. ഞാൻ ബേസിക്കലി ഒരു പ്രൈസ് ആക്ഷൻ ബേസിലാണ് ഞാൻ മോസ്റ്റ്ലി ട്രേഡ് എടുക്കാറുള്ളൂ. അപ്പോൾ എൻ്റെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത് ഒരു ഹയർ ടൈം ഫ്രെയിമിൽ ഞാൻ എന്താണ് ബയേഴ്സ് എന്ന് മനസ്സിലാക്കി അതിൻ്റെ ആ ഒരു ഡയറക്ഷനിലായിരിക്കും ഞാൻ ലോ ടൈം ഫ്രെയിമിൽ പോയി ട്രേഡ് എടുക്കുന്നത്. ഓക്കെ, അപ്പം ഞാൻ നേരെ ഇവിടെ ഒരു ഹയർ ടൈം ഫ്രെയിം ആയിട്ടുള്ളൊരു 4 ടൈം ഫ്രെയിമിലോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കാണാൻ പറ്റും. അത് ഫസ്റ്റ് പ്രൈസ് ഇവിടം വരെ നല്ലൊരു പുഷ് വന്നു. അതിനുശേഷം ഇവിടെ ജസ്റ്റ് ഒരു കൺസോൾട്ടേഷൻ നടന്നതിന് ശേഷം നമുക്കൊരു നല്ലൊരു മൊമെന്റം തന്നു. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ പ്രൈസ് ഒരു കൺസോൾട്ടേഷൻ നടന്നു. ഇനി ഒരു പുഷ് തരാനുള്ളൊരു നല്ലൊരു ഇൻഡിക്കേഷൻ നമുക്കിവിടെ കാണുന്നുണ്ട്. കാരണം ഇപ്പോൾ ഫോം ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ നല്ലൊരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു മൊമെന്റം ക്യാൻഡിലാണ്. അപ്പോൾ ഹയർ ടൈം ഫ്രെയിമിൽ മുകളിലോട്ട് ആണെന്നുള്ളൊരു നമുക്ക് ജസ്റ്റ് ഒരു ഇൻഡിക്കേഷൻ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ നേരെ ഒരു 1 ടൈം ഫ്രെയിമിലോട്ട് കൂടെ സ്വിച്ച് ചെയ്യാണ്. ഓക്കെ, ഇവിടെ നോക്കുകയാണെങ്കിൽ 1 ടൈം ഫ്രെയിമിൽ പ്രൈസ് നല്ലൊരു ഡൗൺ ട്രെൻഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം പ്രൈസ് ഇവിടെ ഒരു ഹൈ ലോ ലോവർ ഹൈ ലോവർ ലോ ലോവർ ഹൈ ലോവർ ലോ ലോവർ ഹൈ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് പ്രൈസ് ഡൗൺ സൈഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനിവിടെ ഇപ്പുറത്തോട്ട് ഞാൻ വീണ്ടും ഒന്ന് ചാർട്ട് ഒന്ന് സൂം ഔട്ട് ചെയ്തപ്പോൾ എനിക്ക് ഇവിടെ കാണാൻ പറ്റിയത് പ്രൈസ് ഇവിടെ നടന്ന പോലെ തന്നെയാണ് സെയിം ഇവിടെ നടക്കുന്നത്. ഒരു ഹൈ ലോ ലോവർ ഹൈ ലോവർ ലോ ലോവർ ഹൈ എന്നിട്ട് പ്രൈസ് ഒന്ന് കൺസോളിഡേറ്റ് ചെയ്തു അപ്പ് സൈഡിലോട്ടൊരു മൊമെന്റം തന്നു. ഓക്കെ, അപ്പോൾ പ്രൈസ് ഇവിടെ നമുക്ക് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡ് ലൈൻ ആയിട്ടുള്ള ഒരു നല്ലൊരു റെസിസ്റ്റൻസ് ഏരിയ നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു ട്രെൻഡ് ലൈൻ ഏരിയ ഇവിടെ ഞാൻ വരച്ചിട്ടു. അതുപോലെ ഇതിനു മുമ്പ് നടന്നിട്ടുള്ള ഒരു ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസ് ഏരിയ ഇവിടെ ഞാൻ വരച്ചു. ആൻഡ് അതുപോലെ ഞാൻ എന്നിട്ടൊന്ന് സൂം ചെയ്ത് നോക്കിയപ്പോൾ പ്രൈസിന് എനിക്ക് കാണാൻ പറ്റിയത് 1 ടൈം ഫ്രെയിമിൽ പ്രൈസ് ഈ ഒരു ട്രെൻഡ് ലൈൻ ഏരിയ ബ്രേക്ക് ചെയ്തു. അതിനുശേഷം നമുക്കൊരു 1 ടൈം ഫ്രെയിമിൽ വലിയ റീടെസ്റ്റ് ഒന്നും തന്നിട്ടില്ല. പിന്നെ പ്രൈസ് നല്ല രീതിയിൽ അപ്പ് സൈഡിലോട്ടാണ് പോയത്. പ്രോപ്പറായിട്ട് റീടെസ്റ്റ് ചെയ്യാതെ ഒന്ന് നല്ലൊരു ബുള്ളിഷ് മൊമെന്റ് ആണ് നമുക്ക് 1 അവർ ഇവിടെ തന്നത് ഇതിനു മുമ്പ് നടന്നിട്ടുള്ളത്. അപ്പോൾ ഇനി ഈ ഒരു സെയിം സിറ്റുവേഷൻ തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇത് പ്രൈസ് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ ഇവിടെയും നമുക്കൊരു കറക്റ്റ് റീടെസ്റ്റ് തരാതെ അപ്പ് സൈഡിലോട്ട് നല്ലൊരു മൊമെന്റ് ആയിരിക്കും നമുക്ക് ഇവിടെയും കാണാൻ പറ്റണേ എന്നുള്ളൊരു അസംഷനാണ് ഞാൻ കറൻ്റ്ലി വെച്ചേക്കുന്നത്. ഓക്കെ, ഇനി നമുക്കൊരു കാര്യം മനസ്സിലായി. 1 ടൈം ഫ്രെയിമിൽ ഇനി പ്രൈസ് എപ്പോൾ തന്നെ ബ്രേക്ക് ചെയ്ത് അവിടെ ക്ലോസ് ചെയ്യണോ അവിടെ നമുക്കൊരു കറക്റ്റ് ആയിട്ടുള്ള എൻട്രി എടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ലോവർ ടൈം ഫ്രെയിമിൽ പോയൊരു കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അപ്പ് സൈഡിലോട്ട് എൻട്രി എടുക്കും. ഓക്കെ, അതിനുശേഷം ഞാൻ ചാർട്ട് ഒരു 15 മിനിറ്റിലോട്ട് ഞാൻ മാറ്റുന്നുണ്ട്. ഓക്കെ, ഞാൻ ഇവിടെ കറൻ്റ്ലി ഒരു 15 മിനിറ്റിലെ ചാർട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ആൻഡ് ജസ്റ്റ് പ്രൈസ് ഇപ്പോൾ കറൻ്റ്ലി നിൽക്കുന്നത് ഈ ഒരു ഏരിയയിലാണ്. ഇനി ഞാൻ ഒരു 15 മിനിറ്റിൽ ഈ ഒരു ട്രെൻഡ് ലൈൻ ഏരിയ ബ്രേക്ക് ചെയ്ത് എനിക്ക് 15 മിനിറ്റിൽ ഇവിടെ റീടെസ്റ്റ് കിട്ടി. ആൻഡ് ഇവിടെ പ്രൈസ് ഒന്ന് റീടെസ്റ്റിൽ റിജക്ഷൻ കിട്ടി ഇവിടെ ക്ലോസ് ചെയ്യുവാണെങ്കിൽ എൻട്രി എടുക്കാമെന്നുള്ളൊരു സെറ്റപ്പിലാണ് ഞാൻ വെയിറ്റ് ചെയ്ത് വെച്ചാണ്. കാരണം 15 മിനിറ്റിൽ നല്ലൊരു ക്യാൻഡിൽ ഈ ഒരു ട്രെൻഡ് ലൈൻ ഏരിയയിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതൊരു ബ്രേക്ക് ആയിട്ട് കൺഫേം ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല പ്രൈസ് 15 മിനിറ്റിലൂടെ നമുക്ക് റീടെസ്റ്റും കൂടെ വരിക. അപ്പോൾ 15 മിനിറ്റിൽ നമ്മൾ ഈ ട്രെൻഡ് ലൈൻ ഏരിയയിൽ റീടെസ്റ്റ് ചെയ്തു. അത് വാലിഡ് ആയിട്ടുള്ളൊരു നല്ലൊരു റെസിസ്റ്റൻസ് ആണോ എന്ന് വീണ്ടും പ്രൈസ് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് റീടെസ്റ്റ് ചെയ്തു. എൻ്റെ ഇവിടെ റിജക്ഷൻ ക്യാൻഡിലും കൂടെ എനിക്ക് കിട്ടുവാണെങ്കിൽ എനിക്ക് നല്ലൊരു കൺഫർമേഷൻ ആവും. കാരണം ഇവിടെ നമുക്ക് റീടെസ്റ്റും വന്നു, അതുപോലെ ഇവിടെ നമുക്ക് റിജക്ഷനും വന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ എനിക്ക് എൻട്രി എടുക്കാം. അപ്പം ഞാൻ 15 മിനിറ്റിൽ ഈ പ്രൈസ് ഈ ഒരു ട്രെൻഡ് ലൈനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുക. ഓക്കെ, ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് നല്ലൊരു ബുള്ളിഷ് മൊമെന്റം ക്യാൻഡിൽ നമ്മുടെ ഈ ഒരു ട്രെൻഡ് ലൈൻ ഏരിയനെ ബ്രേക്ക് ചെയ്ത് ക്യാൻഡിൽ ക്ലോസ് ചെയ്തായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു ട്രെൻഡ് ലൈൻ ഏരിയ വാലിഡ് ആയിട്ടുള്ളൊരു നല്ലൊരു റെസിസ്റ്റൻസ് ഏരിയ ആണോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ പോവുക. ഇത് നേരത്തെ റെസിസ്റ്റൻസ് ആയിരുന്നു, അത് ബ്രേക്ക് ചെയ്തു. ഇനി അത് നേരത്തെ ഒരു നല്ല റെസിസ്റ്റൻസ് ആയിട്ടാണോ അത് ആക്ട് ചെയ്തുകൊണ്ടിരുന്നതെന്നൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ റീടെസ്റ്റ് വരുമോ പ്രൈസ് ഇങ്ങോട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒന്ന് വെയിറ്റ് ചെയ്യുക.
ഓക്കെ, ഇവിടെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർലി കാണാൻ പറ്റും പ്രൈസ് ഈ ഒരു ഏരിയ തന്നെ റീടെസ്റ്റ് ചെയ്ത് ഈ ഒരു ക്യാൻഡിൽ നല്ലൊരു മൊമെന്റത്തോടു കൂടി ഇവിടെ നമുക്ക് ക്ലോസ് ചെയ്തു. നല്ലൊരു റിജക്ഷൻ ക്യാൻഡിലും കൂടെയാണ് നമുക്കിവിടെ ഫോം ആയിരുന്നത്. അപ്പോൾ എനിക്കൊരു കൺഫർമേഷൻ കിട്ടിയത് നല്ലൊരു വാലിഡ് ആയിട്ടുള്ളൊരു റെസിസ്റ്റൻസ് ഏരിയ ആയിരുന്നു. ഇനി അത് നല്ല സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ഇവിടെ എനിക്കൊരു എൻട്രി എടുക്കാനുള്ള ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് നോക്കിയത് ഞാൻ ഇവിടെ ഒരു എൻട്രി എടുക്കുവാണെങ്കിൽ എനിക്ക് എവിടം വരെ ടാർഗറ്റ് വെക്കാം എന്നുള്ളതാണ് ഞാൻ നെക്സ്റ്റ് നോക്കിയത്. കാരണം ഒരു 1:2 പോലും എനിക്ക് കിട്ടുന്നില്ലെങ്കിൽ ഞാൻ ഈ ഒരു ട്രേഡ് എടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ ഞാൻ ഒരു 1:2 മിനിമം കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ നെക്സ്റ്റ് നോക്കിയപ്പോൾ നമ്മുടെ നെക്സ്റ്റ് മേജറായിട്ട് വരുന്ന ഒരു റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആണ്. നമ്മുടെ ഫസ്റ്റ് റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ. ഓക്കെ, അപ്പം ഞാൻ എൻ്റെ ഒരു ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ വെച്ചു. അതിനുശേഷം അത് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ പ്രൈസ് ഞാനൊരു നെക്സ്റ്റ് സെക്കൻഡ് ടാർഗറ്റ് ആയിട്ട് വെക്കുന്നത് ഈ ഒരു ഏരിയ ആണ്. ഓക്കെ, ഈ ഒരു ഏരിയ എനിക്ക് സെക്കൻഡ് ടാർഗറ്റ് ആയിട്ട് വെക്കാൻ പറ്റും. കാരണം പ്രൈസ് ഇവിടെ രണ്ടോ മൂന്നോ തവണയോളം ഇവിടെ വന്ന് പ്രൊജക്ഷൻ കിട്ടി താഴോട്ട് പോയി. അതുപോലെ തന്നെ ഇവിടെ നോക്കുവാണെങ്കിൽ പ്രൈസ് ഇവിടെ വന്നു ഡൗൺ സൈഡ് പോയി, ഇവിടെ വന്നു ഡൗൺ സൈഡ് പോയി. അപ്പോൾ ഇത് നല്ലൊരു റെസിസ്റ്റൻസ് ആയിട്ട് പ്രൈസ് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ഇതൊരു ഫസ്റ്റ് ടാർഗറ്റും അതുപോലെ ഇതൊരു സെക്കൻഡ് ടാർഗറ്റായിട്ട് ഞാൻ ഇവിടെ വെച്ചു. ആൻഡ് ഞാൻ ഇവിടെ ഒരു ട്രേഡ് ഇനീഷ്യേറ്റ് ചെയ്യാൻ പോവാം. ഓക്കെ, ഇവിടെ ക്യാൻഡിൽ 50 മിനിറ്റിന് ക്യാൻഡിൽ ക്ലോസ് ചെയ്ത ആ ഒരു അറ്റ് എ ടൈമിൽ ഒരു മാർക്കറ്റ് ഓർഡറാണ് ഞാനിവിടെ പുഷ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഞാനിവിടെ ഒരു മാർക്കറ്റ് ഓർഡർ ഞാനിവിടെ എടുത്തു. അതുപോലെ എൻ്റെ ഈ ഒരു സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഞാൻ ഈ ഒരു 50 മിനിറ്റിൻ്റെ ഈ ഒരു നല്ലൊരു ക്യാൻഡിൽ ഉണ്ടല്ലോ ആ ഒരു ക്യാൻഡിലിൻ്റെ താഴെയാണ് ഞാൻ എൻ്റെ ഒരു സ്റ്റോപ്പ് ലോസ് വെച്ചത്. അതുപോലെ എൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ടാർഗറ്റ് ഇത് ആൻഡ് യൂഷ്വലി ഞാൻ വെക്കുന്ന 1:2 ആണ്. അപ്പോൾ 1:2 തന്നെ ഞാൻ ടാർഗറ്റ് വെച്ചു. ഓക്കെ, ഈ ഒരു ഫസ്റ്റ് ടാർഗറ്റിലോട്ട് പ്രൈസ് എത്തിക്കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു സ്റ്റോപ്പ് ലോസ് എടുത്ത് ഈ ഒരു എൻട്രിയിലോട്ട് വെക്കും എന്നുള്ളൊരു സെറ്റപ്പാണ്. ഞാനത് എല്ലാ ട്രേഡ്സിലും ഞാൻ ഫോളോ അപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. 50% പ്രൈസ് എത്തിയാൽ എൻ്റെ സ്റ്റോപ്പ് ലോസ് എടുത്ത് എൻട്രിയിലോട്ട് വെക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു ട്രേഡ് ഇവിടെ എടുക്കുന്നതിന് മുമ്പ് എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യാം ഞാൻ എത്ര റിസ്ക് എടുക്കണം, അതുപോലെ ഞാൻ എത്ര പൊസിഷൻ ഞാനിവിടെ എടുത്തു കഴിഞ്ഞാലാണ് എനിക്ക് ഈ ഒരു ട്രേഡ് എടുക്കാൻ പറ്റുള്ളൂ എന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ ഗോൾഡിൽ ഞാൻ മെയിനായിട്ട് ഞാൻ നോക്കുന്നത് മൈ എഫ് ബുക്ക് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഗോൾഡിൻ്റെ പൊസിഷൻ സൈസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. എത്ര ലോട്ട്സിൽ നമുക്ക് ട്രേഡ് എടുക്കണം എന്ന് നമുക്കറിയാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എൻ്റെ അക്കൗണ്ട് സൈസ് അടിക്കുക. അപ്പോൾ നമ്മുടെ ഫണ്ട് അക്കൗണ്ട് $10,000 ആയതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ 10,000 അടിക്കുന്നു. എത്ര റിസ്ക് ആണ് എനിക്ക് എടുക്കാൻ പറ്റുന്നത്? യൂഷ്വലി ഞാൻ എൻ്റെ ഫണ്ട് അക്കൗണ്ടിൽ എടുക്കുന്ന 1% ആണ് റിസ്ക്. അപ്പോൾ ഞാൻ 1 അടിക്കുന്നു. എൻ്റെ സ്റ്റോപ്പ് ലോസ് ഇൻ പിപ്സ്. ഓക്കെ, ഇവിടെ ഞാൻ എൻ്റെ പിപ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ വന്നപ്പോൾ എൻ്റെ ഈ റിസ്ക് മാനേജ്മെൻറ്റ് ഈ ഒരു ടൂളിൽ ഈ കിടക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ഈ ഒരു 750 ഉണ്ടല്ലോ, ഈ ഒരു 750 എൻ്റെ ഒരു പിപ്സ് എന്ന് പറയുന്നത്. ഈ രണ്ട് കിടക്കുന്ന 750. അപ്പോൾ ഞാൻ ഈ 750 കൊണ്ട് ഞാനിവിടെ ഞാൻ അടിക്കുന്നു 750. ഓക്കെ, എന്നിട്ട് കാൽക്കുലേറ്റ് കൊടുക്കുന്നു. അപ്പോൾ എനിക്കിവിടെ പറയുന്നത് 0.13 ലോട്ട്സ് ആണ് ഞാനിവിടെ ട്രേഡ് എടുക്കേണ്ടത്. 0.13 ലോട്ട്സിന് ഞാനിവിടെ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ എൻ്റെ റിസ്ക് എന്ന് പറയുന്നത് $100. അതായത് $10,000 ഒരു 1% റിസ്ക് എന്ന് പറയുന്നതാണ് ഈ ഒരു $100. അപ്പോൾ ആ ഒരു $100 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ലോട്ട്സ് ആണ് ഈ ഒരു 0.13 ലോട്ട്സ്. ഓക്കെ, അപ്പോൾ ഈ ഒരു 13 ലോട്ട്സ് ആണ് എനിക്കിവിടെ ട്രേഡ് എടുക്കേണ്ടത്. അപ്പം ഞാനത് 13 ലോട്ട്സ് ഞാൻ എൻ്റെ ബ്രോക്കറിൽ അതായത് MT5 ഞാൻ അടിച്ചു കൊടുത്തു. ഞാനിവിടെ 50 മിനിറ്റിൽ ഞാനിവിടെ ഒരു മാർക്കറ്റ് ഓർഡർ ഞാനിവിടെ പുഷ് ചെയ്തു. ഓക്കെ, ഇനി എന്താണ് ഇവിടെ മാർക്കറ്റ് നമുക്ക് തന്നേക്കുന്നത് നമുക്ക് നോക്കാം. ഇത് ടേക്ക് പ്രോഫിറ്റ് ആണോ അതോ SL ആണോ അടിച്ചേക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ആദ്യത്തെ ഒരു 3 ക്യാൻഡിലിൽ തന്നെ നമ്മുടെ പ്രൈസ് നേരെ നമ്മുടെ 50% ഏരിയയിലോട്ട് എത്തിയിട്ടുണ്ട്. അതായത് നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഏരിയയിലോട്ട്. അപ്പം തന്നെ ഞാൻ എൻ്റെ ഒരു സ്റ്റോപ്പ് ലോസ് എടുത്ത് ഞാൻ ഈ എൻട്രിയിലോട്ട് വെച്ചു. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇനി എനിക്ക് ഈ ഒരു സ്റ്റോപ്പ് ലോസ് അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് യാതൊരു കുഴപ്പമില്ല, ഞാൻ ബ്രേക്ക് ഈവനിൽ എക്സിറ്റ് ആവും. അപ്പോൾ നോ പ്രോഫിറ്റ് നോ ലോസ്, എനിക്ക് യാതൊരു പ്രോഫിറ്റും ഇല്ല ലോസും ഇല്ല, എനിക്ക് ഓക്കെയാണ്, ഒരു കുഴപ്പമില്ല. അപ്പം ഞാനിവിടെ നേരെ എൻട്രിയിലോട്ട് വെച്ചു. അതിനുശേഷം ഞാൻ ഈ ഒരു ട്രേഡ് റണ്ണ് ചെയ്യാൻ വിടുവാണ്. ഓക്കെ, ഈ ഒരു സ്റ്റോപ്പ് ലോസ് എടുത്ത് എൻട്രിയിലോട്ട് വെച്ചു. ഇനി എനിക്ക് ലോസ് ഇല്ല. ഓക്കെ, ഇവിടെ നോക്കുവാണെങ്കിൽ നമ്മുടെ പ്രൈസ് ഈ ഒരു നമ്മുടെ സെക്കൻഡ് ടാർഗറ്റ് അടുത്ത് എത്താറായിട്ടുണ്ട്. ഓക്കെ, ഞാൻ 1:2 ആണ് ഇവിടെ വെച്ചത്. അപ്പോൾ സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഏരിയ ആണ്. അപ്പം ഞാൻ എൻ്റെ ഒരു ടേക്ക് പ്രോഫിറ്റ് ഞാൻ വീണ്ടും ഞാൻ ഇൻക്രീസ് ചെയ്തു. നമ്മുടെ സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയ ആണല്ലോ. അപ്പോൾ ഈ ഒരു ഏരിയ വരെ എനിക്ക് മാക്സിമം നമുക്ക് പിടിക്കാൻ പറ്റും. അപ്പോൾ അവിടം വരെ ഞാൻ എൻ്റെ ഒരു ഇത് ഞാൻ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി എന്താണ് ഇവിടെ സംഭവിക്കണമെന്ന് നമുക്ക് നോക്കാം. ആ ടാർഗറ്റ് അടിക്കുമെന്ന്. ഓക്കെ, ഇവിടെ നോക്കുവാണെങ്കിൽ നമ്മുടെ ടാർഗറ്റ് കറക്റ്റ് നമുക്ക് ഹിറ്റ് ആയിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു 1:2.6
റിസ്ക് റിവാർഡ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ട്രേഡ് നമ്മൾ കറക്റ്റായിട്ട് എല്ലാം പ്രോപ്പറായിട്ട് മാനേജ് ചെയ്ത് നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് സെക്കൻഡ് ടാർഗറ്റും കറക്റ്റായിട്ട് നോക്കി റിസ്ക് മാനേജ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ടാർഗറ്റ് അടിക്കാൻ കാരണം. ഓക്കെ, എനിക്ക് ഈ ഒരു ടാർഗറ്റ് അടിച്ചു. ഓക്കെ, ഞാൻ ഈ ഒരു ട്രേഡ് ഹിറ്റായി. ഇതിനുശേഷം എന്ത് ചെയ്യണം? ഇതിനുശേഷം ചെയ്യേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് പലരും ചെയ്യാത്തത്. അതുകൊണ്ടാണ് അവരിന്ന് ട്രേഡിങ്ങിൽ ഇപ്പോഴും സ്ട്രഗിൾ ചെയ്യുന്നതെന്ന് ഞാൻ പറയും. ഓക്കെ, അപ്പം ഞാൻ എൻ്റെ ഒരു ട്രേഡിങ് കഴിഞ്ഞു, പരിപാടിയെല്ലാം കഴിഞ്ഞു. ഞാൻ നേരെ ഇത് ജേർണൽ ചെയ്യാനുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിലോട്ട് ഞാൻ എടുക്കുക. അപ്പോൾ ജേർണൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു എക്സൽ ഷീറ്റോ അല്ലെങ്കിൽ ഒരു ബുക്കോ ഞാൻ എടുക്കുക. അപ്പോൾ ഞാനിവിടെ എക്സൽ ഷീറ്റിലാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ ഞാൻ അത് എക്സൽ ഷീറ്റ് എടുത്തു. ഞാൻ ഏത് ഡേയിലാണ് ട്രേഡ് എടുത്തത്? ഞാൻ ഫ്രൈഡേയിലാണ് ട്രേഡ് എടുത്തത്. അതുപോലെ ഞാൻ എൻട്രി എടുത്ത ടൈം 8 മണിയായിരുന്നു. എൻ്റെ സെക്ഷൻ വരുന്നത് ലണ്ടൻ സെക്ഷനിൽ ഞാൻ ട്രേഡ് എടുത്തത്. ഓക്കെ, പെയർ എന്ന് പറഞ്ഞാൽ ഗോൾഡിലാണ് ഞാൻ ട്രേഡ് എടുത്തത്. അതുപോലെ എൻ്റെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ $200 എൻ്റെ പ്രോഫിറ്റ്. ഓക്കെ, എനിക്ക് ബൈ സെല്ല് ഞാൻ എടുത്ത ബൈ പൊസിഷനാണ്, അതുകൊണ്ട് ബൈ ഞാനിവിടെ കൊടുക്കുന്നു. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എൻ്റെ ഇമോഷൻ എന്ന് പറയുന്നത്. കാരണം ഈ ഒരു ട്രേഡിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഇമോഷൻസ് ഉണ്ടാവും. നമുക്ക് ഗ്രീഡ് ഉണ്ടാവും, അതുപോലെ നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് മാറ്റാൻ തോന്നും, അതുപോലെ എൻട്രി മാറ്റാൻ തോന്നും. അങ്ങനെ ഒരുപാട് ഇമോഷൻസ് നമുക്കുണ്ടാവും. അപ്പോൾ നമുക്ക് ആ ചാർട്ടിൽ നോക്കിയിരിക്കാൻ തോന്നും. അപ്പോൾ അതുപോലത്തെ പ്രോബ്ലംസ് നമുക്ക് ഒരുപാടുണ്ടാവും. അപ്പോൾ ഞാൻ എൻ്റെ ഇമോഷൻസ് എന്തൊക്കെയാണ് ഉണ്ടായെന്ന് ഞാൻ അവിടെ പ്രോപ്പറായിട്ട് എഴുതി വെച്ചു. 1:2 ആയപ്പോൾ എനിക്ക് ക്ലോസ് ചെയ്യാൻ തോന്നി ആ ഒരു ട്രേഡ്. അപ്പോൾ അതൊരു ഇമോഷനാണ്, പ്രോപ്പറായിട്ട് ഞാൻ കൺട്രോൾ ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാനത് ഇവിടെ പ്രോപ്പറായിട്ട് ഞാനിവിടെ ജേർണൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ആണ് ഞാൻ ഈ ഒരു ട്രേഡ് എടുക്കാനുള്ള റീസൺ എന്താണെന്നുള്ളത്. അപ്പോൾ അതും ഞാൻ കറക്റ്റായിട്ട് ഞാനിവിടെ എഴുതി വെക്കുന്നു. ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ചെയ്ത് ക്യാൻഡിൽ ക്ലോസ് കിട്ടി. ഞാൻ പ്രൈസ് റീടെസ്റ്റ് വന്നപ്പോൾ MB എടുത്തു. ഓക്കെ, അതാണ് എനിക്ക് ഞാൻ ഒരു എൻട്രി എടുക്കാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതും ഞാനിവിടെ പ്രോപ്പറായിട്ട് ഞാനിവിടെ ജേർണൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഈ പലരും ഇപ്പോൾ ചെയ്യാത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ചിലപ്പോൾ ജേർണൽ ചെയ്ത് വെച്ചേക്കാം, പക്ഷേ ഇവരിതൊന്നും അനലൈസ് ചെയ്യത്തില്ല. നമ്മുടെ ഫോൾട്ട്സ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞ് അത് അനലൈസ് ചെയ്യുമ്പോഴാണ് നമുക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് നമ്മൾ അതവിടെ ഒരു ബുക്കിൽ എഴുതി വെച്ചു എന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് ഇത് സെറ്റ് ആകുമ്പോഴുള്ള നമ്മുടെ പ്രോബ്ലംസ് എന്തൊക്കെയാണ് അതൊക്കെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് അത് നമ്മൾ അനലൈസ് ചെയ്ത് അത് അടുത്ത തവണ അത് കറക്റ്റ് ചെയ്യണം. എന്നാലാണ് നമുക്ക് ഇതൊക്കെ ഈ ഒരു ട്രേഡിംഗ് എന്ന് പറഞ്ഞ സംഭവം നമുക്ക് സെറ്റാക്കി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മേജറായിട്ട് ഞാനിത് പ്രോപ്പറായിട്ട് കറക്റ്റായിട്ട് ഞാൻ ജേർണൽ ചെയ്ത് വെച്ചു. പ്രോപ്പറായിട്ട് അനലൈസ് ഞാൻ ചെയ്യും. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു ട്രേഡ് എടുക്കാൻ നേരത്തെ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ നോക്കിയത്. ഞാൻ എൻ്റെ ഒരു ഹയർ ടൈം ഫ്രെയിം ടു ലോ ടൈം ഫ്രെയിം അനാലിസിസ്, അതുപോലെ 15 മിനിറ്റിൽ എനിക്ക് നല്ലൊരു റീടെസ്റ്റ് റിജക്ഷൻ കിട്ടി. എൻ്റെ ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ റീടെസ്റ്റ് റിജക്ഷൻ തന്നെയാണ്. ഓക്കെ, എൻ്റെ അതിനുശേഷം ഞാനിത് പ്രോപ്പറായിട്ട് ഞാനിത് ലോട്ട് സൈസ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തു. 1% ആവുന്ന തന്നെ 1% ഞാൻ റിസ്ക് എടുത്തു. കൂടുതലും കുറവൊന്നും ഞാൻ എടുത്തിട്ടില്ല. അതുപോലെ ഞാൻ അത് പ്രോപ്പറായിട്ട് ഞാൻ ജേർണൽ ചെയ്ത് വെച്ചു. അപ്പോൾ നിങ്ങളും ഈ ഒരു രീതിയിൽ തന്നെ കറക്റ്റായിട്ട് നിങ്ങളുടെ റൂൾസ് എല്ലാം ഫോളോ ചെയ്ത് നിങ്ങൾ ട്രേഡ് എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ കറക്റ്റായിട്ട് പ്രോഫിറ്റബിൾ ആകാൻ പറ്റും. അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു ട്രേഡിങ്ങിൽ സക്സസ്ഫുള്ളും ആകാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോയിൽ നമുക്ക് പിന്നെ കാണാം.